Assalamualaikum dear friends, welcome back to Shamys world. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ച് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും, കഴിക്കാനായിട്ട് വളരെയധികം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കഴിക്കാത്ത കുട്ടികൾ പോലും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുകയും ചെയ്യും, അത്ര നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം വളരെ വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ പാക്കറ്റിൽ കിട്ടുന്ന നുറുക്ക് ഗോതമ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് നുറുക്ക് ഗോതമ്പ് കിട്ടുമല്ലോ, അതെടുത്താൽ മതി. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവുമില്ല. ഇനി നമുക്ക് ഇതിൽ നിന്നും 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കാം. 1 കപ്പ് നമുക്ക് എടുക്കാം. നമുക്ക് കടയിൽ കിട്ടുന്നതും റേഷൻ കടയിൽ കിട്ടുന്നതൊക്കെ ഒരുപോലത്തെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് എടുത്ത് ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ റേഷൻ കടയിൽ നിന്നാണ് വാങ്ങിച്ചതെങ്കിൽ അതിൽ കല്ല് പൊടിയൊക്കെ കാണും. അത് നല്ലോണം കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മൂപ്പിച്ചെടുക്കാം, അതിനുശേഷം ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ വറുത്തെടുക്കാൻ നോക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി പാൻ ഒന്ന് ചൂടാതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിം ആണ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് ഒഴിവാക്കാം, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം, എന്നിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 8 മിനിറ്റ് നമുക്കിത് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വറുത്ത് വരുമ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒരു ബ്രൗൺ നിറമാകണം, അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ആ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഈ പാനിൽ തന്നെ വെച്ചിരിക്കാൻ പാടില്ല, ഇങ്ങനെ വെച്ചിരുന്നാൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈർപ്പമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒട്ടും നനവില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈ പലഹാരത്തിന് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി, ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കവറിൽ പാക്കറ്റിലുള്ള കപ്പലണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒഴിവാക്കാം, പ്ലെയിൻ ആയിട്ട് ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയിലാണ് ഞാൻ ചേർക്കുന്നത്, ശർക്കരയാണ്, അതും പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഡാർക്ക് കളറുള്ള ശർക്കര എടുക്കുമ്പോൾ പലഹാരത്തിന് കൂടുതൽ കളറും കിട്ടും, ടേസ്റ്റും കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വെള്ള ശർക്കര എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഉരുക്കി വരട്ടെ. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ആ ശർക്കരയെല്ലാം നമുക്ക് ഉരുക്കി കിട്ടും. ഒരു നൂലൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് അരിച്ചൊഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ അരിച്ചൊഴിക്കുമ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ എടുക്കുക. ചൂടായിട്ടാണല്ലോ നമ്മൾ അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഉരുകിപ്പോകും. അപ്പോൾ ഇതാകുമ്പോൾ ഉരുക്കത്തില്ല. അപ്പോൾ ചെറുതായിട്ട് അഴുക്കൊക്കെ ഉണ്ട്, നമുക്കിത് മാറ്റി കളയാം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഞാൻ 3 കാര്യങ്ങളാണ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി. ആ നെയ്യിൽ തന്നെ നമ്മൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് കപ്പലണ്ടി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കപ്പലണ്ടിയും ഇല്ലെങ്കിലും തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ പാനിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടായിലോട്ട് 4 കപ്പ് വെള്ളം എടുക്കുക. നിങ്ങൾ ഏത് കപ്പിലാണോ നുറുക്ക് ഗോതമ്പ് അളന്നെടുക്കുന്നത് അതിൽ 4 കപ്പ് വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഒന്നാമത്തത് ചേർത്തു, രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു, 3, 4 കപ്പ്.
ഇനി ഫ്ലെയിം കൂട്ടിയിട്ട് ഇതൊന്ന് തിളച്ച് വരണം നമുക്ക്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വറുത്ത് മാറ്റി വെച്ച നുറുക്ക് ഗോതമ്പ് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. നമുക്ക് മൂടി കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നിങ്ങളിന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക തുറന്ന്. ഇനി നമുക്ക് വെന്തോന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇതിലോട്ട് ഒഴിക്കാം. ഇനി നമ്മളെ കപ്പലണ്ടി ഒന്ന് പൊടിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കര പാനി ഒന്ന് വറ്റി വരണം നമുക്ക്. അപ്പോൾ തന്നെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര പാനി കിടന്ന് ഈ നുറുക്ക് ഗോതമ്പ് നല്ല വറ്റി വെന്ത് വരണം നമുക്ക്. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ആ ശർക്കര പാനി കിടന്ന് ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് വറ്റി വരണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ച് വേണമെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് വേവിച്ച് വറ്റിച്ചെടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കുന്ന നിങ്ങൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കരയ്ക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചേർക്കേണ്ട. നിങ്ങൾ എടുക്കുമ്പോൾ ശർക്കര 1 കപ്പ് ശർക്കര എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല. ഈ പഞ്ചസാരയും കൂടി നമുക്ക് ഉരുകി കിട്ടണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോഴായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റും ഇതിന് നല്ല നിറവും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. നമുക്കിനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെയാണ് ഇതിന്റെ പരുവം ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് കുഴഞ്ഞ പാകമാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കാൻ നേരത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുഴഞ്ഞ സ്റ്റേജിൽ കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കേണ്ടതെങ്കിൽ ഇത്രയും വെള്ളം മതി നമുക്ക്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല പലഹാരങ്ങൾക്ക് വേണ്ടി ഷമീസ് കറികൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.